അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ പരിശുദ്ധമായ റജബ് മാസം വിട പറഞ്ഞ് സുന്ദരമായ ശഅബാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ഉള്ളത്. ഒരു മാസം പോകുന്നു, മറ്റൊരു മാസം വരുന്നു. അത് പോകുന്നത് വളരെ പുണ്യമുള്ള മാസം, വരുന്നതും അതുപോലെ തന്നെ വലിയ പ്രത്യേകതയുള്ള മാസം. അൽഹംദുലില്ലാ ഈ മാസങ്ങളിലൊക്കെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരുപാട് അമലുകൾ ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് വലിയ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സമയം കളയാനില്ല. ഒരുപാട് ദിക്ർ, ഔറാദുകൾ, തസ്ബീഹാത്തുകളൊക്കെ ഈ മജ്ലിസിൽ മാത്രമല്ല കേട്ടോ, ഇതല്ലാത്ത ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ട ദിക്റുകളൊക്കെ ചൊല്ലുന്നവരാണ്, ചൊല്ലണം ഇൻഷാ അല്ലാഹ്. യാസീനോദ മറക്കണ്ട, മറ്റു സൂറത്തുകളൊക്കെ ഓതി നല്ലവണ്ണം ദ്വാരക്കുക ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരുപാട് ആളുകളെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കും നമുക്കും ഒക്കെ വേണ്ടി നമുക്ക് ചില ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് ദ്വാ ചെയ്യാം. അള്ളാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു ഇസ്മാണ് യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മ. മയം ചെയ്യുന്നവൻ, നൈർമല്യമുള്ളവൻ എന്നൊക്കെയാണ് അതിൻ്റെ ഏകദേശ അർത്ഥം. അതുപോലെ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മും, അതും ഭയങ്കരമായ ഒരു ഇസ്മാണ്. അത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളമാണെന്ന് പോലും അഭിപ്രായമുള്ളൊരു ഇസ്മാണ്. അപ്പോൾ ഈ രണ്ട് ഇസ്മ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രണ്ട് ഇസ്മുകളാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ വേഗത്തിൽ സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ കുറച്ച് വട്ടം. യാ ലത്തീഫു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ 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 യാ ലത്തീഫു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ. യാ വദൂദു യാ അല്ലാ. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി പറയേണ്ടതാണ്. നമ്മുടെ എല്ലാ മജ്ലിസിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ഇസ്മാണ് യാ വദൂദു യാ അല്ലാ. സ്നേഹം തരുന്നവൻ, സ്നേഹിക്കുന്നവൻ. നമ്മുടെ പരസ്പരം നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടാവണം അല്ലേ? മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അതുപോലെ തന്നെ ഈ സഹോദരി സഹോദരന്മാർ തമ്മിൽ, അവർക്ക് പരസ്പരം സ്നേഹമുണ്ടാവണം. അപ്പോൾ സ്നേഹമുണ്ടാവാൻ യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ നേർമാർഗം കിട്ടണം. അതിന് യാ റഷീദു യാ അല്ലാ എന്ന ഇസ്മും നല്ലതാണ്. യാ വദൂദു യാ അല്ലാ, യാ റഷീദു യാ അല്ലാ, രണ്ട് ഇസ്മ ഇൻഷാ അല്ലാ ചേർത്ത് നമുക്ക് പറയാം. യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു
യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു യാ വദൂദു യാ റഷീദു ജല്ല ജലാലുഹു. റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള ദുആ അല്ലെ, റജബിലും ശഅബാനിലും ബറക്കത്ത് തരണേ, റമദാനിലേക്ക് എത്തിക്കണേ. നമ്മൾ ഇത്രയും ദിവസവും നമ്മൾ ചെയ്ത ദുആയാണ്. അതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഈ മജ്‌ലിസിൽ മാത്രമല്ല, ഇതല്ലാത്ത സമയത്തും നമ്മൾ സ്വന്തമായൊക്കെ ദുആ ചെയ്യുമ്പോഴും ഈ ദുആ നമ്മൾ ഉൾപ്പെടുത്താൻ മറന്നു പോകാൻ പാടില്ല. നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان
اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. നമുക്ക് ഹസ്ബി റബ്ബി എന്ന് പറഞ്ഞാലോ? ഹസ്ബി റബ്ബി അത് നമ്മുടെ താരാട്ടുപാട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വരികളല്ല, മറിച്ച് നമ്മുടെ ഖൽബിൽ നിന്നും വരേണ്ട വരികളാണ്. അല്ലാഹുവേ, എനിക്ക് നീ മതി, നീയല്ലാതെ വേറെ ആരാധനക്കർഹനില്ല, എല്ലാ കാര്യങ്ങളൊക്കെ ഭരമേൽപ്പിക്കാനും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും നീ മാത്രമേ ഉള്ളൂ, നിനക്കാണ് അതിനൊക്കെ കഴിയുന്നത് എന്നൊക്കെ ഏകദേശം അർത്ഥം വരുന്ന ആ ഹസ്ബി റബ്ബി. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله
ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്ർ നമുക്ക് ചൊല്ലാം. അഫ്ളലു ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും ഉന്നതമായ ദിക്ർ, ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും കിട്ടുന്ന ദിക്ർ. മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം റബ്ബേ. ആരെങ്കിലും ഒരാൾ മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പം അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വാക്ക് പറഞ്ഞ് മരിക്കാനുള്ള അവസരം തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും കടന്ന് ഓരോ ആകാശത്തിലും ഓരോ പ്രവാചകന്മാരൊക്കെ കണ്ടപ്പോൾ മഹാനായ ഇബ്രാഹിം നബിയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നബിയെ താങ്കളുടെ ഉമ്മത്തിനോട് പറയണം എന്ത്, സ്വർഗത്തിൽ ഇപ്പോഴേ കൃഷി ചെയ്ത് വെച്ചേക്കാൻ പറയണം. അപ്പോൾ ചോദിച്ചു, സ്വർഗത്തിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അതിനൊരു ദിക്റുണ്ട്, ആ ദിക്ർ നിങ്ങൾ പറയുക, അത് പറഞ്ഞാൽ സ്വർഗത്തിൽ കൃഷി ചെയ്തതിന് തുല്യമാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു ദിക്റാൻ. നമുക്കൊന്ന് പൂർണ്ണമായ ആ ദിക്റിന്റെ രൂപം എന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ സ്വലാത്ത്, ദിക്ർ, ഔറാദുകൾ, തസ്ബീഹുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എല്ലാം അള്ളാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ചൊല്ലുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലേ, നമുക്ക് ഖിലാസ് കുറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ അള്ളാഹു തആല പരിഹരിച്ച് നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റിനും സ്വലവാത്തിനൊക്കെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ചൊല്ലിയ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തരട്ടെ. അതിൻ്റെയൊക്കെ വലിയൊരു പ്രതിഫലം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു തആല പ്രതിഫലം വലിയ ഹദിയായി അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകമായി ഉസ്താദ് ദുആരക്കണമെന്ന് ഫോണിൽ വിളിച്ചവരുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കമന്റിലൊക്കെ ഒരുപാട് പേര് ദുആ വസിയത്തായി എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി നമുക്ക് ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا إله إلا أنت سبحانك إني كنت من الظالمين أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കുകയും അല്ലാഹുവേ അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകുകയും ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അബദ്ധങ്ങൾ ചെയ്തവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിവിടെ ചൊല്ലിയ സ്വലവാത്തുകളുണ്ട് ദിക്ർ ഔറാദുകളുണ്ട് തസ്ബീഹുകളുണ്ട് അല്ലാഹുവേ എല്ലാ ദിക്ർ ഔറാദുകളും ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് നീ വണ്ണമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ് അല്ലാഹു ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യത്തിന്റെയും ഒരു മിഥ്ല സവാബ് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളുടെ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് പലരും ഖബറിലാണ് അല്ലാഹുവേ പടച്ചവനെ അവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ് സമാധാനത്തിലാക്കണേ അല്ലാഹ് ശാന്തിയിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചുപോയി ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനെ അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന വാപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ നീ ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ് പ്രതിസന്ധികൾ നീ ദൂരീകരിക്കണേ അല്ലാഹ് രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഞങ്ങളുടെ മജ്ലിസുകൾക്ക് താഴെ നിരവധി ഉമ്മമാര് സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് അവരിൽ പലരും രോഗികളാണ് രോഗങ്ങൾക്ക് നീ പരിപൂർണമായ ശിഫാ കൊടുക്കണേ അല്ലാഹ് രോഗശാന്തി തരണേ അല്ലാഹ് രോഗശമനം തരണേ അല്ലാഹ് ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ സ്ട്രോക്ക് പോലെ അറ്റാക്ക് പോലെ അല്ലാഹുവേ ചെറുതും വലുതുമായ അസുഖങ്ങൾ വന്ന് ബാധിച്ചിട്ട് ഒരുപാട് പേര് ചികിത്സയിൽ കഴിയുകയാണ് ഒരുപാട് പേര് വീടുകളിൽ കഴിയുകയാണ് അല്ലാഹുവേ പടച്ച റബ്ബേ ആർക്കെല്ലാം എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് ഷാഫിയായ അല്ലാഹ് കാഫിയായ അല്ലാഹ് മുആഫിയായ അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ റഹ്മാനെ അല്ലാഹുവേ മാരകമായ അസുഖങ്ങൾ അതിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്ർ ഔറാദുകളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ രോഗാണുക്കളെ എല്ലാം നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ് പലരും കീമോ ചെയ്യുന്നവരാണ് ഡയാലിസിസ് ചെയ്യുന്നവരാണ് ശരീരത്തിൽ ചില മുഴകൾ പോലെ വന്നിട്ട് അതിൽ നിന്നും കുത്തിയെടുത്തിട്ട് ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് റിസൾട്ടുകളെല്ലാം അനുകൂലമാക്കണേ അല്ലാഹ് റിസൾട്ട് കണ്ട് പൊട്ടിക്കരയുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തണേ അല്ലാഹ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ച റബ്ബേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീട് പണി നടക്കുന്നവരുണ്ട് എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലും ഐശ്വര്യത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ഏത് സമയത്താണ് പടച്ച റബ്ബേ മരണം വരിക എന്ന് നിനക്ക് മാത്രമേ അറിയൂ അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ആരോടും പിണക്കമില്ലാതെ എല്ലാവരോടും പൊരുത്തം ചോദിച്ച് നിസ്കാരമൊന്നും ഖളാ ഇല്ലാതെ റഹ്മാനെ ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞ സന്തോഷത്തോടെ നിന്നിലേക്ക് വരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാഹുവേ പടച്ച റബ്ബേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട് കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു തരണേ അല്ലാഹ് അല്ലാഹുവേ കണ്ണേർ സിഹർ കരുനാക്ക് പോലെയുള്ള
ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ നീ വലിയ മോചനം കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ. ഞങ്ങൾക്ക് റജബ് മാസത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ, വരുന്ന ശഅബാനിൽ ഒരുപാട് നന്മ ചെയ്യാൻ, അല്ലാഹുവേ റമദാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മഹാസൗഭാഗ്യം തരണേ അല്ലാഹുവേ പടച്ച റബ്ബേ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹുവേ. ലോക മുസൽമാന് നീ അഭിമാനം കൊടുക്കണേ അല്ലാഹുവേ റബ്ബേ. ഞങ്ങൾക്ക് ഈ വർഷം ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാഹുവേ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാര ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് അല്ലാഹുവേ സലാം പറയാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ ദുആഇനെ കബൂലാക്കണേ എന്തെങ്കിലും ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സറിയുന്ന നാഥ, ഞങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറ്റിത്തന്ന് ഞങ്ങളുടെ ഹലാലായ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാഹുവേ. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ദുആരക്കാൻ പറയുന്നത്, കമന്റിലൂടെയും നേരിട്ടും അല്ലാതെയൊക്കെ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ദിക്ർ ഉണ്ടാകും, മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിന്റെ, സലാമത്തിന്റെ, സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.